ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഉമ്മയാൻമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റവ ഉപ്പുമാവിന്റെ വീഡിയോ ആയിട്ടാണ്. ഉപ്പുമാവ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. എന്നാൽ ചില സമയത്ത് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ ഡ്രൈ ആയ പോലെ ഇരിക്കും. എന്നാൽ ഇതേപോലെ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്, അത് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. ഇതിലേക്ക് ഞാൻ റവ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ടൈമിൽ ഈ റവ നെയ്യിലൊന്ന് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിവിടെ വറുത്തെടുക്കുന്നത്. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്, അങ്ങനെ ചെയ്താൽ റവ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. റവ വറുത്ത് വരുമ്പോൾ ഒരു നല്ലൊരു മണം വരും. അപ്പോഴാണ് റവ പാകമായി മനസ്സിലാകുന്നത്. ഞാനിവിടെ ഒരു 5 മിനിറ്റ് നേരെ ഈ റവ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നന്നായിട്ടൊന്ന് വെന്ത് വരണം. നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ഞാൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 കപ്പ് റവയ്ക്ക് 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നെയ്യിൽ വറുത്തെടുത്തത് കൊണ്ട് തന്നെ ഈ ഉപ്പുമാവ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.